ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിനകത്ത് ചെറുതായിട്ടെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഈ നോൺ വെജൊക്കെ ഉപയോഗിക്കാതായിട്ട് കുറേ വർഷങ്ങളായി. അതായത് എനിക്ക് കൊറോണ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശിവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ വന്നു. എനിക്ക് വേണമെങ്കിൽ അത് അവിടം കൊണ്ട് വിടാമായിരുന്നു. പക്ഷേ എന്നെ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ആ ഒരു വിശ്വാസം, ആ ഒരു ഭക്തി എന്നിലേക്ക് അങ്ങ് ആഴമായിട്ട് പതിയുകയായിരുന്നു. അപ്പോൾ അത് മുതൽ ഞാൻ സ്വയമേ മാറ്റിയതാണ് ഈ നോൺ വെജ് എന്നുള്ള ഒരു വിഷയം. അതിന് മുമ്പേ മുതലേ ഞാൻ നോൺ വെജ് കഴിക്കുമെങ്കിലും ഈ ചെറിയ ഈ കുരുവികൾക്കും കാക്കയ്ക്കും ഒക്കെ ഞാനിങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്ന് പിന്നെ ഈ കൊറോണ ഒക്കെ വന്ന് പിന്നെ ശിവന് എൻ്റെ ആ ഫോട്ടോ അസിസ്റ്റൻ്റ് എനിക്ക് തന്നു. അതിന് ശേഷം ഞാൻ ശരി ഈ നോൺ വെജ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനായിട്ടത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. എങ്കിലും ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾ വരേക്കും ഞാനത് എനിക്കെൻ്റെ ആഗ്രഹം, ഇവരും അതായത് ഹസ്ബൻഡും മോളും എനിക്ക് ആ ഭക്ഷണം അവോയ്ഡ് ചെയ്യണം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ മനസ്സിലാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അവരോടത് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ അവർ അത് മൈൻഡ് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു, ശരി അവരുടെ ഇഷ്ടത്തിന് വിടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഭക്ഷണം കഴിക്കുന്നത്. എങ്കിലും ഞാനത് പാചകം ചെയ്യുന്ന സമയങ്ങളിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മനസ്സിനകത്ത് ഒരുപാട് കുറ്റബോധം മാപ്പ് അപേക്ഷിച്ചു കൊണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു ഞാനത് ചെയ്യാറുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ എൻ്റെ കൈകൊണ്ടാണ് ഞാനത് ചെയ്തുകൊണ്ടായിരുന്നത്. പിന്നെ കാലക്രമേണ വന്ന് പിന്നെ എനിക്ക് തോന്നി, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് തൊടണ്ട, ഹസ്ബൻഡിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ പുള്ളി വാങ്ങിയിട്ട് വരും, അത് പുള്ളിക്കാരൻ തന്നെ എല്ലാം വാഷ് ചെയ്തെല്ലാം റെഡിയാക്കി തരും. ഞാൻ അതിനുള്ള മറ്റ് സാധനങ്ങളെല്ലാം റെഡിയാക്കുന്ന കാര്യമായിരുന്നു എനിക്ക്. അപ്പം എന്നാലും ഞാനിത് അടുപ്പിൽ വെച്ച് ഇതെല്ലാം കൂട്ടുകളെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് പിടിക്കുമല്ലോ. അപ്പോൾ ആ സ്മെല്ലിനെ കൂടെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ആ സ്മെല്ല് പോകുമ്പോൾ എനിക്കതൊരു ഇറിറ്റേഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ആഗ്രഹിച്ച് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണത്തെ നമ്മൾ വിലക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം കൊണ്ട് ഞാനത് അവർക്കത് ക്ലീൻ എല്ലാം ചെയ്തു തരും, ഞാനത് ചെയ്തു കൊടുക്കും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപേ ആണ് ഞാൻ VMC മെഡിറ്റേഷൻ ചാനലിൽ കാണാനിടയായത്. അപ്പോൾ അതിനകത്ത് കാണുമ്പം എനിക്ക് ഈ നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞു നോക്കുക, ചെയ്തിട്ടില്ലെങ്കിൽ അവരായിട്ട് മാറുന്നെങ്കിൽ മാറട്ടെ. അപ്പോൾ ഞാൻ ഭഗവാനോട് വെച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനായിട്ട് ഇവരെ നിർബന്ധിക്കുന്നില്ല, ഇവരായിട്ട് ഇതിൽ നിന്ന് മാറി വരണം. ഞാനായിട്ട് നിർബന്ധിച്ച് കഴിയുമ്പോൾ വീട്ടിൽ പ്രശ്നമാകും. പിന്നെ അവർ വെളിയിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കാൻ നോക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് പിന്നെ ഈ കഴിഞ്ഞിടെ, അതായത് ഈ മെഡിറ്റേഷനെല്ലാം എടുത്ത് ഞാനിങ്ങനെ കണ്ടിന്യൂ. രാവിലെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, മോള് കോളേജിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം സീമാജിയോട് ചോദിച്ചപ്പം വൈകുന്നേരം 6 മണി മുതൽ ഉള്ള സമയത്ത് ഇരുന്ന് സമയം നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു സമയം ക്രമീകരിച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ ക്രമീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കണ്ടിന്യൂ ആയിട്ട് ഞാനിങ്ങനെ ആ സമയത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ, അപ്പം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് കയറി വരുന്ന സമയമാണത്. അതായത് ഒരു 7:30-8 മണിക്കകത്ത് ആ സമയത്ത് ഞാൻ ധ്യാനത്തിലായിരിക്കും, അത് മെഡിറ്റേഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരനും തോന്നി, എന്തോ തോന്നുന്നു, ഞാനും ഇതേമാതിരി മെഡിറ്റേഷനിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ വരുന്ന സമയത്ത് നീ റെഡിയായി, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചതിനെ ഇരുത്തിയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം. അപ്പോഴും പുള്ളിക്കാരൻ നോൺ വെജ് കഴിക്കുന്നുണ്ട്, എങ്കിലും പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് ഒരു അഭിപ്രായം വന്നത്. അപ്പോൾ അതിനു മുമ്പേ മോള് ഒരു ദിവസം എനിക്ക് ഈ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം ചർച്ചിൻ്റെ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ ഈ ഇറച്ചി വെട്ട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ മോളെ കൂട്ടിയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ആടിൻ്റെ കൊല്ലുന്ന സമയത്തുള്ള ഭയങ്കര ഒരു കരച്ചിൽ, ആട് കരയുന്നു പേടിച്ച്. അപ്പോൾ അത്രയും നാളെ ഞങ്ങൾ മിക്കവാറും പോകുന്നവരുണ്ട് ആ വഴിക്ക്. അപ്പോൾ അന്നാണ് അവളത് കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചു. അപ്പം എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അപ്പം ഞാനിനി ആടിൻ്റെ ഇറച്ചിയെ കഴിക്കില്ല, എനിക്ക് വേണ്ട, അതിൻ്റെ കരച്ചിൽ കേട്ടോ, പേടിച്ചിട്ട് കരയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഫീലായത്. എന്നിട്ട് പിന്നെ അടുത്ത ആഴ്ച ഹസ്ബൻഡ് ഇതേമാതിരി ഇറച്ചി വാങ്ങിയിട്ട് വരുമ്പോൾ മോളത് തൊടുന്നേ ഇല്ല, കഴിക്കുന്നേ ഇല്ല. പിന്നീട് അവളത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, നോൺ വെജ്.
അപ്പോൾ പിന്നീട് വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവൾ ഈ എനിക്ക് നോൺ വെജ് എല്ലാം വേണ്ടാമേ, എനിക്കത് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ മാതിരി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവളായിട്ടത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവളിപ്പോൾ അതിനെ പറ്റി സംസാരിക്കുന്നത് പോലും അവൾക്ക് താല്പര്യം ഇല്ലാത്ത പോലാണ്. എങ്കിലും ഞാൻ അവളോട് പറയും, എടി മോളെ, നിൻ്റെ ഏജിൻ്റെ അനുസരിച്ച് നീ ഇത് കഴിക്കണം എന്നൊക്കെ ഞാൻ അവിടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് പറയുമ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞു, ഇത് മാത്രം കഴിച്ചാലേ എനിക്ക് പ്രോട്ടീൻസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു എനിക്കത്. അപ്പോൾ ഞാൻ അവളെ നിർബന്ധിച്ചിട്ടുമില്ല. അപ്പം എൻ്റെ മനസ്സ് ഭഗവാൻ അറിഞ്ഞിട്ട് അവരെങ്ങനെ മാറ്റിയെന്ന് നോക്കിക്കേ. അവളെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ആടിൻ്റെ കരച്ചിൽ കേൾപ്പിക്കാനും, അവളത് കേട്ടിട്ട് അവളെ മനസ്സൊന്ന് തിരിഞ്ഞ് അവൾക്കൊരു സങ്കടം ഉണ്ടാകാനും, പിന്നീട് ഇറച്ചി അടുത്ത ആഴ്ച പപ്പ വാങ്ങിയിട്ട് വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ നമുക്ക് തോന്നുന്നതും, പിന്നീട് അവൾ ആ ഒരു ഇറച്ചി എന്നുള്ള ആ ഒരു വിഷയം വരുമ്പോഴേ അവളത് വെറുക്കാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഈ പ്രപഞ്ചം ഒരുക്കി കൊടുത്തു. അതാണ് പറയുന്നത്. അപ്പം ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പം അതിന് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരാൾ ആ മാറ്റത്തിന് ആ വീട്ടിൽ തയ്യാറാകണം. ആ തയ്യാറായെങ്കിൽ മാത്രമേ മറ്റുള്ളവരും അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരികയുള്ളൂ. അതേപോലെ തന്നെ ഹസ്ബൻഡ് ഇപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് ഇറച്ചി മീനിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് മെയിനാണ് പുള്ളിക്കാരന് വേരിക്കോസ് വെയിനിൻ്റെ ഒരു പ്രോബ്ലം വന്ന് അത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേമാതിരി നോൺ വെജ് എല്ലാം കുറച്ച് അവോയ്ഡ് ചെയ്യണം, കഴിക്കുവാണെങ്കിൽ ചെറിയ മീനൊക്കെ വേണമൊക്കെ കഴിക്കാം, അതല്ലാതെ നോൺ വെജ് ഒന്നും അങ്ങനത്തെ മീറ്റൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനത് ഇപ്പോൾ അത് ഒരു പഥ്യം പോലെ 3 മാസത്തേക്ക് അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങൾക്ക് ഇറച്ചിയൊന്നും കഴിക്കാൻ തോന്നുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് അതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയിൽ ഇങ്ങനെ മെഡിറ്റേഷനും ഇരിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഞാൻ എന്താ കൂട്ടുകാരെ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ഇന്ന് നടന്ന വിഷയം എന്താ പറയാമെന്ന് വെച്ചാൽ, ഇന്ന് പുള്ളിക്കാരന് ഇന്ന് ഞാൻ സൺഡേ അല്ലേ, തമിഴ്നാട്ടിലൊക്കെ ആടി 18 അപ്പോൾ ഈ നോൺ വെജൊക്കെ എല്ലാ വീടുകളിലും എടുക്കും. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരനും ഇച്ചിരി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരനത് വാങ്ങാനായിട്ട് പോയപ്പം അവിടെ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള അതിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി ഇങ്ങനെ അതിൻ്റെ ആ ഒരു തടിയിൽ ഇങ്ങനെ വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മാംസത്തിനകത്തുനിന്നൊരു തുടിപ്പ് മാതിരി വന്നു. അപ്പോൾ അത് പുള്ളിക്കാരനത് കണ്ടു, ആ മാംസം ഇങ്ങനെ അനങ്ങുന്നതായിട്ട് തോന്നി. അപ്പോൾ പുള്ളിക്കാരൻ അത് സൂക്ഷിച്ച് നോക്കിയപ്പം അതിനകത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ ജീവൻ പോയിട്ടില്ല. ആ ജീവൻ പോകാതെ അതിൻ്റെ ദശയ്ക്കകത്തുനിന്ന് ആ ജീവൻ ഇങ്ങനെ തുടിക്കുന്നത് കണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു ഷോക്കായി പോയി. അത് കണ്ടിട്ട് പുള്ളിക്കാരൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എന്നോട് കാര്യം പറയുമ്പം ഞാൻ ഷോക്കായിപ്പോയി. കാരണം പുള്ളിക്കാരൻ അത് ആ ഒരു കാഴ്ച അദ്ദേഹത്തെ കാണിച്ചത് എൻ്റെ പ്രപഞ്ചമാണ്, എൻ്റെ ഭഗവാനാണത് കാണിച്ചു കൊടുത്തത്. നീ ഇനി ഇത് നിർത്ത്, നീ ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ആഗ്രഹിച്ചതാണ് അവർ രണ്ടുപേരും മാറാൻ. ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രപഞ്ചം അവരെ മാറ്റി തന്നെനിക്ക്. ഇതിൽ പരം എനിക്ക് സന്തോഷമൊന്നുമില്ല. എനിക്ക് VMC ചാനലിനോടും സീമാജിയോടും എനിക്ക് അറിയിക്കാൻ പറ്റാത്ത നന്ദി മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് പുള്ളിക്കാരനൊരു വേരിക്കോസ് വെയിൻ പ്രോബ്ലം കൊടുത്തിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റിന് പോയത് കൊണ്ടാണ് നോൺ വെജ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ചെറിയ മീനുകളൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇപ്പം പുള്ളിക്കാരന് വീണ്ടും അത് കഴിക്കണമെന്ന് തോന്നി. ഇന്നത് പോയപ്പം ആ ഒരു പുള്ളിക്കാരൻ്റെ കൺമുന്നിലാക്കി ഒരു കാഴ്ച കാണിച്ചു കൊടുത്തപ്പം പുള്ളിക്കാരനത് സഹിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വന്നു അത് വാങ്ങാതെ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചം നമുക്ക് തരുന്ന ഗിഫ്റ്റുകൾ. നമ്മളൊരു സ്ത്രീകളാണെങ്കിൽ നമ്മളാണ് ആദ്യം ആ ഒരു മാറ്റത്തിന് മുൻകൈ എടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മാറാൻ തയ്യാറാകാത്തവരായിരിക്കും, ബലം പിടിക്കുന്നവരായിരിക്കും. അവരെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധം പിടിക്കാനോ അവരെ ശാസിക്കാനോ അല്ലെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്യാനോ പോകാതിരിക്കുക. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ആത്മാർത്ഥത ഭഗവാൻ അറിയാം. ആ ഭഗവാൻ അറിഞ്ഞു കഴിയുമ്പം അതിനുള്ള ആ ഒരു മാറ്റം അവരിൽ കൊടുക്കുന്നത് ദൈവത്തെ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അവരെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസൊക്കെ അവർക്ക് കൊടുത്ത് അവരെ അത് മാറ്റി കഴിയുമ്പം നമ്മുടെ ആഗ്രഹം സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ മാറേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ മാറുന്നെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ നിർബന്ധിച്ച് അത് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. ഇറച്ചി മീനും കഴിക്കുന്നത് അവരവരുടെ താല്പര്യമാണ്. എങ്കിലും ആ താല്പര്യത്തെ മാറ്റേണ്ടത് അത് ദൈവത്തിൻ്റെ കടമയാണ്. അപ്പോൾ അവർക്കതൊരു അവരുടെ സോളിന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് മാറിയിരിക്കും.
അപ്പോൾ നമ്മളെ മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ മറ്റുള്ളവർ നമ്മളോടൊപ്പം മാറി വരും. എൻ്റെ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും ഒരു പാഠമാകും. കാരണം ഇപ്പോൾ വീട്ടിലോ നിങ്ങൾ മാത്രം നോൺ വെജ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം നോൺ വെജ് കഴിക്കാതെ മറ്റുള്ളവരെല്ലാം നോൺ വെജ് കഴിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സൈലൻ്റായിട്ടിരിക്കുക. നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനെല്ലാം നിന്ന് കൊടുത്തേക്കുക. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ വെച്ചുണ്ടാക്കി കൊടുക്കുക. അവർ കാലക്രമേണ നമ്മുടെ ആ ഒരു അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും സമയത്തും നമ്മുടെ ആ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അത് ആത്മാർത്ഥമാണെങ്കിൽ അത് ദൈവം തമ്പുരാൻ അത് കാണും, ഭഗവാൻ അത് കണ്ടിട്ട് അതിനുള്ള നമ്മളെ അതിൽ നിന്നും മാറ്റാനുള്ള ആ ഒരു മാർഗം കാണിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അത് മാറ്റാനുള്ള മാർഗം ദൈവം കാണിക്കും. അതാണ് നടക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ ഇങ്ങനെയാണ് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നന്ദി, നമസ്കാരം.